നമസ്കാരം. കേരളത്തിൻ്റെ സ്വന്തം ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റായ savebox.in ഈ വരുന്ന ജൂൺ 22 ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. savebox.in എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ജയസൂര്യ ആണല്ലേ ഇപ്പൊ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. എന്താണ് കാരണം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുള്ളിക്കാരനൊപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ധനകാര്യ വകുപ്പ് ചോദ്യം ചെയ്തു വരികയാണ്. എന്നാ കേട്ടോളി, വരും ദിവസങ്ങളിൽ ഇതേപോലെ മഞ്ജു വാര്യരെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തിനാണെന്നല്ലേ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിനെല്ലാത്തിനും മുമ്പ് എന്തിനാണ് ഇപ്പൊ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജയസൂര്യ ചോദ്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പോഴും പലർക്കും അറിയില്ല എന്തിനാണ് ജയസൂര്യ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത്. പലരും വിചാരിച്ചു ജയസൂര്യ എന്തോ ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ഇതിനെ കുറിച്ച് ഞാൻ കൃത്യമായി വിവരിച്ചു തരാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്ക് കുരുക്കായി ബ്രാൻഡ് അംബാസഡർ കരാർ. ജയസൂര്യക്ക് ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണെന്ന നിഗമനത്തിലാണ് ഇ ഡി. ജയസൂര്യയും ഉടമ സ്വാദിഖ് റഹീമും തമ്മിലുള്ള മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഇ ഡി അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ സ്വാദിഖ് റഹീമുമായുള്ളത് ബ്രാൻഡ് അംബാസഡർ ബന്ധം മാത്രമാണെന്ന് ജയസൂര്യ ഇ ഡിക്ക് മൊഴി നൽകി. ജയസൂര്യയുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാനാണ് ഇ ഡിയുടെ നീക്കം. സിനിമാ മേഖലയിലെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അവസാനം പറഞ്ഞു കേട്ടല്ലോ. സിനിമാ മേഖലയിലെ കൂടുതൽ പേരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ അരുൺ പറഞ്ഞു വെക്കുന്നത് അല്ലെ. ആ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിലാണ് മഞ്ജു വാര്യരൊക്കെ പെടുന്നത്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് എന്തിനാണ് ഇപ്പൊ നിലവിൽ ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തെന്നുള്ളത് ഇപ്പൊ പലർക്കും മനസ്സിലായി കാണുമല്ലോ. മുഴുവനായിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലായി കാണും. എന്തോ സേവ്ബോക്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ നിലവിൽ ജയസൂര്യയെ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് സേവ്ബോക്സ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആക്ച്വലി ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ലോഞ്ച് ചെയ്ത ഒരു ആപ്പാണ് ഈ പറയുന്ന സേവ്ബോക്സ്. ഇത് എന്ത് ആപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇതൊരു തരം ബിഡിംഗ് ആപ്പാണ് അഥവാ ലേലം വിളിക്കുന്ന ആപ്പാണ്. നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഈ ആപ്പിൽ കയറി നമുക്ക് ലേലം വിളിച്ചെടുക്കാൻ സാധിക്കും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഈ ആപ്പിൽ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വില കുറവിൽ ലേലം വിളിച്ചെടുക്കാൻ പറ്റും. ഇതാണ് ഈ ആപ്പിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ആപ്പിൽ എന്തൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആപ്പ് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ഓരോ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഓരോ സമയത്തായിരിക്കും ലേലം വിളിക്കുക. ആ സമയത്ത് നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കി ആ ലേലം വിളിയിൽ ആക്റ്റീവ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഉപകരണം നമുക്ക് സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല 20 മിനിറ്റ് ആണ് ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ ബിഡിംഗ് ടൈം അഥവാ ലേല സമയം എന്ന് പറയുന്നത്. 20 മിനിറ്റ് ആകുന്ന സമയത്ത് ആരാണോ ലേലത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ആ വ്യക്തിക്ക് ഈ പറയുന്ന ഉപകരണം ലഭിക്കും. ഇതാണ് ഇവരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും റിയൽ മണി ഉപയോഗിച്ച് ഇവിടെ ലേലം വിളിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ്? ഇവരുടെ ആപ്പിൽ ഇവര് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഡിജിറ്റൽ കറൻസീസ് ഉണ്ട്. അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ആ ഡിജിറ്റൽ കറൻസി ഉപയോഗിച്ച് മാത്രമേ നമുക്കിവിടെ ലേലം വിളിയിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. എനിവേ ഇവർ ഈ ആപ്പ് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഇവർ അജു വർഗീസിനെ വെച്ചും ഗോകുൽ സുരേഷിനെ വെച്ചും ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പരസ്യം ഒന്ന് കണ്ടോക്കാം. ഇത് നമ്മുടെ ചാക്കോച്ചി ജൂനിയർ. ഇതെന്റെ പുതിയ റീബാൻ ഗ്ലാസ്. സേവ് ബോക്സ് ബിഡിംഗ് പിടിച്ചതാ, വെറും 1000 രൂപയ്ക്ക്. പക്ഷേ ഇത് കണ്ട കടയാടികളുടെ മോന്തയ്ക്ക് ചേരത്തില്ല. ഇത് നമ്മുടെ കടയാടി ജൂനിയർ. ഇതെന്റെ പുത്തൻ വാഷിംഗ് മെഷീൻ. സേവ് ബോക്സ് ബിഡിംഗിൽ പിടിച്ചതാ, വെറും 5000 രൂപയ്ക്ക്. ഇത് കണ്ട ആപ്പോ ഉപ്പ തറവാട്ടുകാരുടെ നിക്കർ അലക്കാനുള്ളതല്ല. ഏത് Don't fight boys, ലേലം അഭി ഭി ബാക്കി ഹൈ. കാലം മാറി, ലേലം മാറി. ഡൗൺലോഡ് ചെയ്യൂ സേവ് ബോക്സ്, കേരളാസ് ഫസ്റ്റ് ബിഡിംഗ് ആപ്പ്. എന്നും പുതിയ പ്രൊഡക്റ്റുകൾ നിങ്ങൾ പറയുന്ന വില. സേവ് ബോക്സ്, ദി അൾട്ടിമേറ്റ് ലേലം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, ഇതായിരുന്നു അന്നത്തെ അവരുടെ പരസ്യം എന്ന് പറയുന്നത്. എന്താല്ലേ ഈ പരസ്യമൊക്കെ കണ്ടുകഴിഞ്ഞാണെങ്കിൽ ആരായാലും ഇവരുടെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പോകും. കാരണം അജാതി പരസ്യമാണ് ഇവർ ഗോകുൽ സുരേഷിനെയും അജു വർഗീസിനെയും വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് സേവ് ബോക്സ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ബിഡിംഗ് ആപ്പ് അഥവാ ലേലം ആപ്പ് മാത്രമാണ് ഈ പറയുന്ന സേവ് ബോക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സേവ് ബോക്സ് ആപ്പിന് പിന്നിലുള്ള തലയെ കുറിച്ചാണ്, അഥവാ ഈ ആപ്പ് കൊണ്ടുവന്നവനെ കുറിച്ചാണ്. അവന്റെ പേരാണ് സാദിഖ് റഹ്മാൻ. ഇവന് സിനിമാ ഫീൽഡുമായി നല്ല ബന്ധമുണ്ട്. നല്ല ബന്ധമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇവന് സിനിമാ ഫീൽഡിലുള്ള പിടിപാട് എന്ന് പറയുന്നത്. ഒരു കാലത്ത് സിനിമാ ഫീൽഡിൽ ുള്ളവർക്കെല്ലാം ഇവന് വലിയ കാര്യമായിരുന്നു. അതിന് പിന്നിലൊരു കാരണവും ഉണ്ട്. ഇവന്റെ ഉപ്പ സിനിമാ ഫീൽഡിന് വേണ്ടി വലിയൊരു സംഭാവന നൽകിയ വ്യക്തിയാണ്. അയാളുടെ പേര് പൂനം റഹ്മാൻ എന്നാണ്. ഈ പണ്ട് അധികം ആളുകൾ തിയേറ്ററിലൊന്നും പോയി സിനിമ കാണാതിരുന്ന കാലത്ത് സ്വന്തമായി പണം മുടക്കി പ്രൊജക്ടർ വാങ്ങി ഈ ഗ്രാമങ്ങളിലും മറ്റും സിനിമ ഇട്ട് കൊടുത്ത ആളാണ് ഈ പറയുന്ന പൂനം റഹ്മാൻ എന്ന് പറയുന്നത്. അന്നൊന്നും ആളുകൾക്ക് സിനിമ എന്താണെന്ന് പോലും വലിയ അറിവില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്കിടയിൽ സിനിമ ഫെമിലിയർ ആക്കിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പൂനം റഹ്മാൻ. അയാളുടെ കാരണമാണ് പലരും സിനിമ എന്താണെന്ന് അറിഞ്ഞത് തന്നെ. അങ്ങനെ നോക്കുന്ന സമയത്ത് അയാളെ സിനിമാ ഫീൽഡിന്
വേണ്ടി നൽകിയ സംഭാവന ചെറുതൊന്നുമല്ല അല്ലെ. അങ്ങനെയുള്ള ഒരാളുടെ മകനാണ് ഈ പറയുന്ന സാദിഖ് റഹ്മാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ മകൻ എന്ന നിലയിൽ പലരും ഈ പറയുന്ന സാദിഖ് റഹ്മാന് വലിയൊരു സ്ഥാനം സിനിമയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ പേരിൽ തന്നെ ഈ പറയുന്ന സാദിഖ് റഹ്മാൻ പല സിനിമകൾ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൗതമിന്റെ രഥം എന്ന് പറയുന്ന നീരജ് മാധവന്റെ സിനിമയിൽ ഇവനൊരു ഇമ്പോർട്ടന്റ് റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാക്കൻ ജില്ല എന്ന് പറയുന്ന മഞ്ജു വാര്യരുടെ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പല സിനിമകളിലും ചെറുതും വലുതുമായിട്ടുള്ള റോളുകളൊക്കെ അവൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ സിനിമയിൽ തലങ്ങും വിലങ്ങുമായി തല കാണിച്ച് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്കാണ് ഇവൻ ഈ പറയുന്ന ബിഡിംഗ് ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്. എന്തായാലും ഇവൻ ഈ സേവ് ബോക്സ് ആപ്പിന്റെ ലോഞ്ചിങ് സമയത്തുള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ടു. സ്വാഗതം സേവ് ബോക്സിലും സേവ് ബോക്സിന്റെ കംപ്ലീറ്റ് ടീമിലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. സദ്യയുടെ സേവ് ബോക്സിന് എല്ലാവിധ ആശംസകളും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സ്വന്തം ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വന്നിരിക്കുകയാണ്. ഇതും കൂടെ യൂസ് ചെയ്യുക. ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്വാതി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടപ്പോ എന്താ പറയുക, ഇങ്ങനൊരു സേഫ് ബോക്സിനെ കുറിച്ച് പറഞ്ഞപ്പോ ലണ്ടനിൽ അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവരൊക്കെ ചിന്തിച്ച ആ തലത്തിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ചിന്തിച്ചു. ജോയ് താക്കോൽക്കാരനെ പോലത്തെ വേറൊരു ബ്രാൻഡിനെ എനിക്ക് കാണാൻ പറ്റിയപ്പോ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. ഈ ഒരു നല്ല നിമിഷത്തിൽ പങ്കുചേരാൻ സാധിച്ച ചരിത്രത്തിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. അതെ, അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ചരിത്രത്തിന്റെ ഭാഗമാവാൻ ഇപ്പൊ ജയസൂര്യക്ക് നല്ലോണം പറ്റിയെന്നുള്ളതാണ്. ജയസൂര്യക്ക് ഇനി മുന്നോട്ട് അങ്ങോട്ട് അഭിമാനിക്കാം അല്ലെ, ബാക്കി കണ്ടുവെക്കാം. ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു നമ്മളെല്ലാവരും. ഈ ഒരു നല്ല നിമിഷം ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. എല്ലാവിധ ആശംസകളും. തൃശ്ശൂരിൽ നിന്നുള്ള മറ്റൊരു സംരംഭം കൂടെ കേരളത്തിന്റെ ഒരു സംരംഭമായിട്ട് വളരട്ടെ. ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചെറുപ്പക്കാരൻ വലിയൊരു വാഗ്ദാനമാണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക്. സ്വാതിക്കിനും സേവ് ബോക്സിനും എന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയൊരു വിജയാശംസ നേരുന്നു. സ്വാതിക്കിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മലയാളികൾക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമായിട്ട് സേവ് ബോക്സ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ആരൊക്കെയാ അല്ലെ? അഹാന കൃഷ്ണ, നീരജ് മാധവ്, ജയസൂര്യ, ബേസിൽ ജോസഫ് എക്സെട്ര ഇവരൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും നിബിഡമായിട്ടുള്ള താരനിരകളെ മുൻനിർത്തിക്കൊണ്ട് ഇവർ ഈ ആപ്പ് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവന് പിടിപാട് എന്തായിരിക്കും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇവന് സിനിമാ ഫീൽഡിലുള്ള പിടിപാടെന്ന് പറയുന്നത്. ഇവന്റെ ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഫുൾ താരങ്ങൾക്കൊപ്പമുള്ള പിക്ചേഴ്സ് ആണ്. എനിവേ, എന്തായാലും ഇത്രയും ആളുകൾ ഇവന്റെ ഈ ആപ്പിന്റെ ലോഞ്ചിന് പങ്കെടുത്തെങ്കിൽ കൂടി ഇവന്റെ ഈ ആപ്പ് ലോഞ്ചിന് പങ്കെടുക്കാൻ പറ്റാത്ത പല പ്രമുഖരും വീഡിയോ ചെയ്ത് ഇവന്റെ ആപ്പ് പ്രൊമോട്ട് ചെയ്ത് കൊടുത്തിക്കണ് കേട്ടോ. അതിലൊരാളാണ് ഈ പറയുന്ന മഞ്ജു വാര്യർ എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും മഞ്ജു വാര്യരുടെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. നമസ്കാരം. കേരളത്തിന്റെ സ്വന്തം ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റായ savebox.in ഈ വരുന്ന ജൂൺ 22 ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. savebox.in എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ഇതാണ് മഞ്ജു വാര്യർ സേവ് ബോക്സിന് വേണ്ടി ചെയ്ത പ്രൊമോഷൻ വീഡിയോ എന്ന് പറയുന്നത്. പക്ഷെ മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാർ ഇവിടെ സേവ് ബോക്സിനെ പരിചയപ്പെടുന്നത് കേരളത്തിന് സ്വന്തം ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് ആയ സേവ് ബോക്സ് എന്നും പറഞ്ഞുകൊണ്ടാണ് അല്ലെ. ആക്ച്വലി സേവ് ബോക്സ് എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് അല്ല, ബിഡിംഗ് ആപ്പ് ആണ്. പക്ഷെ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മഞ്ജു വാര്യർ പരിചയപ്പെടുത്തുന്നത് അല്ലെ. അതെന്തായിരിക്കും അങ്ങനെ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഇത് ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് ആണെന്ന് പറഞ്ഞ് ഇവന് സെലിബ്രിറ്റീസിനെ പറ്റിച്ചതാണോ? എന്തായാലും 6 വർഷം മുമ്പാണ് ഈ പറയുന്ന മഞ്ജു വാര്യർ ആണെങ്കിലും ജയസൂര്യ ആണെങ്കിലും എല്ലാവരും ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അതായത് കൃത്യമായി പറഞ്ഞാൽ 2019 കൊറോണ വരുന്നതിന് തൊട്ട് മുമ്പ് ആ സമയത്താണ് ഈ ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ ആ ഒരു കാലഘട്ടം എന്താണ് ഏതാണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത്. അന്ന് ഒരുവിധ ആളുകളെല്ലാം ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്തിരുന്നത് ഇതുപോലുള്ള സിനിമാ ഫീൽഡിലുള്ള സെലിബ്രിറ്റീസിനെ വെച്ചായിരുന്നു. അന്ന് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരൊന്നും അധികമില്ല അല്ലെ. സത്യം പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷമാണ് കൂണ് പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരൊക്കെ മുളച്ചു പൊന്തിയത്. ഇന്ന് ഒരുവിധ ആളുകളെല്ലാം പ്രൊമോഷൻ നടത്തുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഉപയോഗിച്ചാണ്. പക്ഷേ 2019 കാലഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു. സിനിമാ ഫീൽഡിലുള്ള ആളുകളായിരുന്നു ഒരുവിധ എല്ലാ പ്രൊമോഷൻസും നടത്തിയിരുന്നത്. അന്ന് ഇന്നത്തെ പോലെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല. ഏത് പരസ്യത്തിൽ അഭിനയിച്ചാലാണ് കൂടുതൽ പൈസ കിട്ടുക ആ പരസ്യത്തിൽ പോയി ഒരു ഒട്ടുമിക്ക സെലിബ്രിറ്റീസും തലവെച്ച് കൊടുക്കുമെന്നുള്ളതാണ്. അത് ഏത് ഫ്രോഡ് ആപ്പ് ആണെങ്കിലും അവർക്കൊരു പ്രശ്നമേ അല്ല, അവർക്ക് പൈസ കിട്ടിയാൽ മതി. അങ്ങനെ ഒരു നിലപാട് എടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്നാണെങ്കിൽ അങ്ങനെ നടക്കത്തില്ല അല്ലെ. പൈസയ്ക്ക് വേണ്ടി എന്നും പ്രൊമോട്ട് ചെയ്യാൻ ഇന്നത്തെ കാലത്തൊന്നും പറ്റത്തില്ല. ഇന്ന് അങ്ങനെ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്താണെങ്കിൽ ഉടനെ എയറിലായിരിക്കും. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഏതോ
ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത കാരണം ധ്യാൻ എയറിലായത് ആരും മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് സാമൂഹിക പ്രതിബദ്ധത നോക്കാതെ ഒരു കാര്യവും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ അന്ധകാലത്ത് ഇത്തരം ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്തതിന് നമുക്ക് ഒരിക്കലും ജയസൂര്യയോ മഞ്ജു വാര്യറോ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അന്നത്തെ സെലിബ്രിറ്റീസിന്റെ മൈൻഡ് സെറ്റ് അതായിരുന്നു. അപ്പൊ സേവ് ബോക്സിന്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. സേവ് ബോക്സിന് മുതലാളിയായിട്ടുള്ള സാദിഖ് റഹ്മാന്റെ പിടിപാട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി സേവ് ബോക്സ് നടത്തിയ തട്ടിപ്പ് എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു വാർത്താ ക്ലിപ്പോടെ ഞാൻ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഞാൻ പറയുന്നതിലും ഭേദം നിങ്ങൾ തന്നെ അത് കണ്ടു മനസ്സിലാക്കിക്കോളൂ. ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്നായിരുന്നു പരാതി. കേസിൽ സേവ് ബോക്സ് സ്ഥാപന ഉടമയായ തൃശൂർ സ്വദേശി സ്വാദിഖ് റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളായിരുന്നു ഈ തട്ടിപ്പിന്റെ സൂത്രധാരൻ. ഈ കേസിലാണ് ഇപ്പോൾ ഇഡിയും അന്വേഷണം നടത്തുന്നത്. ജന്മനാ തട്ടിപ്പുകാരനാണ് സ്വാദിഖ് റഹീം എന്നാണ് നിക്ഷേപകർ പറയുന്നത്. വില കുറഞ്ഞ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ബിഡിംഗ് ആപ്പ് വഴി വിൽക്കുന്ന പരിപാടിയാണ് ഇയാൾ ആദ്യം തുടങ്ങിയത്. കോവിഡ് കാലത്ത് ഇത് 8 നിലയിൽ പൊട്ടി. കേരളത്തിലെ ആദ്യത്തെ ബിഡിംഗ് ആപ്പ് എന്ന് വീമ്പടിച്ചായിരുന്നു തുടക്കം. പരസ്യത്തിനായി വൻ തുകകൾ മുടക്കി. നടൻ ജയസൂര്യയായിരുന്നു പ്രധാന ബ്രാൻഡ് അംബാസിഡർ. ജയസൂര്യക്ക് സ്വാദിഖ് 2 കോടി കൊടുക്കാനുണ്ടെന്നും പറയുന്നു. മഞ്ജു വാര്യർ, ബോബി ചമണ്ണൂർ തുടങ്ങിയ സെലിബ്രിറ്റികളെ മറയാക്കിയും ഇയാൾ ആളെ പിടിച്ചു. സ്വാദിഖ് റഹീം നിരവധി കമ്പനികൾ തുടങ്ങിയിരുന്നു. ബിഡ്വാല ആപ്പ്, സേവ് ബോക്സ് കൺസെപ്റ്റ്സ്, സേവ് ബോക്സ് എന്റർടൈൻമെന്റ്സ്, ത്രിഫ്റ്റി ഇൻക്യുബേഷൻ, ഫണ്ടമെന്റൽ ട്രേഡിംഗ് ലിമിറ്റഡ്, സേവ് ബോക്സ് എക്സ്പ്രസ് ലിമിറ്റഡ് എന്നിങ്ങനെ നിരവധി കമ്പനികൾ ഇയാൾ രൂപീകരിച്ചു. തൃശൂർ വിയൂർ സ്വദേശിയായ സ്വാദിഖ് റഹീമിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. തട്ടിപ്പിനിരയായ ചാവക്കാട് സ്വദേശി മുനീർ കെയുടെ ദുരനുഭവങ്ങൾ നേരത്തെ മറുനാട്ടിലൂടെ പങ്കുവച്ചിരുന്നു. പല പുതിയ മേഖലകളിലും സ്റ്റാർട്ടപ്പുകൾ വരുന്നുവെന്ന് പറഞ്ഞായിരുന്നു നിക്ഷേപ സമാഹരണം. സേവ് ബോക്സ് എക്സ്പ്രസ്, ക്രിപ്റ്റോ, റോബോട്ടിക്കൽ ട്രേഡിംഗ്, സ്റ്റാർട്ടപ്പ് മെന്റർഷിപ്പ്, കോർപ്പറേറ്റ് മെന്റർഷിപ്പ്, ലീഗലൈസേഷൻ, ആർബിട്രേഷൻ, അങ്ങനെ ആളുകളെ വിഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊഫൈലായിരുന്നു ഇയാളുടേത്. 1 ലക്ഷം മുതൽ 1 കോടി വരെ നഷ്ടപ്പെട്ടവരുണ്ട്. പലരും പരാതിയുമായി മുന്നോട്ട് വരാൻ തന്നെ മടിച്ചിരുന്നു. കാരണം കേസ് കൊടുത്താൽ കാശ് തിരിച്ചു കിട്ടുമോ എന്നതായിരുന്നു പലർക്കും ഭയം. ആർക്കെങ്കിലും പണം തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുതിയ ഇരകളെ പറ്റിച്ചുകൊണ്ടായിരുന്നു. തട്ടിപ്പ് പുറത്തു വന്നതോടെ ഇയാൾ മുങ്ങുകയായിരുന്നു. നേരത്തെ ദുബായിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയതായും ആരോപണം ഉയർന്നിരുന്നു. ബിഡിംഗ് ആപ്പിന്റെ മറവിൽ കിട്ടിയ പണം സ്വാദിഖ് എന്തിനു ഉപയോഗിച്ചുവെന്ന കാര്യവും ദുരൂഹമാണ്. ലേലം വിളിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ നേടിയെടുക്കുന്ന പരിപാടിക്കാണ് സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് ഉപയോഗിച്ചിരുന്നത്. ഉദാഹരണത്തിന് 40,000 വിലയുള്ള ഒരു ലാപ്ടോപ്പ് 1 രൂപയ്ക്ക് നിങ്ങൾക്ക് ലേലം വിളിച്ചു തുടങ്ങാം. കൂടുതൽ ആളുകൾ വന്നാൽ വീണ്ടും ലേലം വിളിക്കും. കൂടുതൽ ബിഡുകൾ ഉണ്ടോ എന്ന് 2 മിനിറ്റോളം ആപ്പിന്റെ സംവിധാനം കാത്തിരിക്കും. പിന്നീട് എത്ര തുകയ്ക്കാണോ ഒടുവിൽ ലേലം വിളിച്ചത് ആ തുകയ്ക്ക് ലാപ്ടോപ്പ് കിട്ടും. ഇതായിരുന്നു തട്ടിപ്പിന്റെ പ്രാഥമിക രൂപം. തുടർ വിദ്യാഭ്യാസത്തിന് വായ്പ എടുത്തവർ പോലും സ്വാദിഖിന്റെ വലയിൽ വീണിട്ടുണ്ട്. സ്ത്രീകളെയും യുവാക്കളെയുമായിരുന്നു ഇയാൾ കൂടുതലും വീഴ്ത്തിയത്. തൃശൂർ ആസ്ഥാനമായിട്ടായിരുന്നു ഇയാളുടെ തട്ടിപ്പ്. തൃശൂർ തന്നെ 6 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു. മറ്റു ജില്ലകളിലും വേറെ. സേവ് ബോക്സ് ആപ്പിന്റെ ലൈസൻസ് കിട്ടാൻ താൻ നേരിട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചുവെന്നായിരുന്നു ഇയാളുടെ അവകാശവാദങ്ങൾ. ഏറ്റവും മികച്ച സംരംഭകനുള്ള പുരസ്കാരം, കാരവൻ ടൂറിസത്തിന്റെ പ്രൊമോട്ടർ എന്നിങ്ങനെ സെൽഫ് പ്രൊമോഷൻ. സേവ് ബോക്സ് എക്സ്പ്രസ് എന്ന പേരിൽ ആമസോണൊക്കെ പോലെയുള്ള ഡെലിവറി സിസ്റ്റം 25,000 രൂപ നിക്ഷേപിച്ചാൽ മാസം 5 ലക്ഷം രൂപ സമ്പാദിക്കാം. കേരളത്തിലുടനീളം സേവ് ബോക്സ് സ്റ്റോർ തുടങ്ങാമെന്ന് പറഞ്ഞ് പലരിൽ നിന്ന് ലക്ഷങ്ങൾ. സ്റ്റാർട്ടപ്പ് മോഹങ്ങളുമായി നടക്കുന്ന ചെറുപ്പക്കാരെ ആകർഷിച്ച് വിദേശ ഏഞ്ചൽ നിക്ഷേപകരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കുരുക്കൽ. സ്റ്റാർട്ടപ്പ് ആശയം അടിച്ചുമാറ്റി പുറത്ത് വിൽക്കൽ. വെറുതെ ഇരുന്നാൽ പണം കിട്ടുമെന്ന് പറഞ്ഞ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്നിങ്ങനെ വളരെ വ്യാപ്തിയേറിയതായിരുന്നു ഇയാളുടെ തട്ടിപ്പിന്റെ രീതികൾ. ഇതാണ് സേവ് ബോക്സിന്റെ തട്ടിപ്പിന്റെ രീതികൾ എന്ന് പറയുന്നത്. ഇവൻ സേവ് ബോക്സിനെ മുൻനിർത്തി പല സ്റ്റാർട്ടപ്പുകളും തുടങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞ് പലരുടെ കയ്യിൽ നിന്നും 1000-കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപ അവൻ തട്ടിയെടുത്ത്. സേവ് ബോക്സിന് അത് തുടങ്ങണം, ഇത് തുടങ്ങണം, കൊറിയർ സർവീസ് തുടങ്ങണം, മറ്റേ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ എത്ര പൈസയാണെന്ന് അറിയാം ആൾക്കാരുടെ നിന്ന് പറ്റിച്ചെടുത്ത്. അതേമാതിരി മറയായി ഉപയോഗിച്ചത് ഈ മഞ്ജു വാര്യരുടെ വീഡിയോയും അതുപോലെ തന്നെ ലോഞ്ചിങ്ങിന് സമയത്ത് വന്ന പ്രമുഖരുടെ വീഡിയോയും ഒക്കെയാണ്. അത് കണ്ടാണെങ്കിൽ ആരായാലും പൈസ എടുത്ത് കൊടുക്കും അല്ലേ. അത് നല്ലോണം മുതലാക്കി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിച്ചെടുത്തു എന്നുള്ളതാണ്. ഇതിന് അവസാനം ഇവനൊരു മുങ്ങലങ്ങ് മുങ്ങി. എന്തായാലും കോടിക്കണക്കിനൊക്കെ രൂപ ആൾക്കാരെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇവന് നല്ല വാക്സാമർത്ഥ്യം ഉണ്ടായിരിക്കണം അല്ലെ. ഇനി ഇവന്റെ വാക്സാമർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവന് സേവ് ബോക്സുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കി. വെൽക്കം ടു സേവ് ബോക്സ്. സേവ് ബോക്സ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ബിഡിംഗ് ആപ്പ്. ബിഡിംഗ് എന്നാൽ ലേലം. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ബ്രാൻഡ് ന്യൂ ഫാക്ടറി പ്രൊഡക്റ്റുകൾ പരമാവധി ഡിസ്കൗണ്ടിൽ, അതും ലേലത്തിലൂടെ. സേവ് ബോക്സിൽ എല്ലാ പ്രൊഡക്റ്റുകളും ലേലം ആരംഭിക്കുന്നത് 1 രൂപയിൽ നിന്നുമാണ്. ഓരോ ബിഡ് ഇവന്റിലും വിജയികളെ നിശ്ചയിക്കുന്നത് ഒരു അഡ്മിൻ പാനലാണ്. അതിനായി സേവ് ബോക്സിൽ ഒരു അഡ്മിൻ പാനൽ ടീം തന്നെ സജ്ജമായിട്ടുണ്ട്. ഓരോ ബിഡ് ഇവന്റും അല്ലെങ്കിൽ ബിഡ് റൂമും ഇവന്റ് ക്ലോസ് ആകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പിൽ ബിഡ് ഇവന്റുകളിൽ പങ്കെടുക്കുമ്പോൾ 3 രീതിയിൽ അല്ലെങ്കിൽ 3 ചാൻസ് ആണ് നിങ്ങൾക്ക് വിജയിയാകാനുള്ളത്. നമ്പർ 1 ബീറ്റിംഗ് കൗണ്ട് ഡൗൺ, നമ്പർ 2 റീച്ചിങ് MRP ആൻഡ് നമ്പർ 3 റീച്ചിങ് ഡ്യൂറേഷൻ. എല്ലാ ബിഡ് പ്രൊഡക്റ്റുകളും ലേലത്തിന് വെക്കുന്നത് 20 മിനിറ്റ് സമയത്തേക്കാണ്. അതിനെ നമ്മൾ ബിഡ് ഇവന്റ് ടൈം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരാൾ ലേലം വിളിച്ച് അടുത്തൊരാളുടെ ലേലം വിളിക്ക് കാത്തിരിക്കുന്ന സമയം 20 സെക്കൻഡാണ്. ഒരാൾ ലേലം വിളിച്ച് 20 സെക്കൻഡിനുള്ളിൽ വേറെ ആരും ലേലം വിളിച്ചില്ല എങ്കിൽ ആ പ്രൊഡക്റ്റ് ആ ബിഡർക്ക് ലാസ്റ്റ് ബിഡ് ചെയ്ത ആൾക്ക് ലഭിക്കുന്നതായിരിക്കും. റീച്ചിങ് ഡ്യൂറേഷൻ എന്ന കാരണം കൊണ്ടാണ് ബിഡ് ഇവന്റ് അല്ലെങ്കിൽ ബിഡ് റൂം ക്ലോസ് ആവുന്നെങ്കിൽ ആ ബിഡ് ഇവന്റിൽ ആരാണോ ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കോയിൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അയാളായിരിക്കും ആ ബിഡിലെ
അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ബിഡ് ഇവന്റിലെ വിജയി. ലേലത്തിന് വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ MRP വരെ ആളുകൾ ലേലം വിളിക്കുകയും MRP റീച്ച് ചെയ്തുകൊണ്ട് ബിഡ് ഇവന്റ് ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഇവന്റുകളിൽ ആരാണോ ഏറ്റവും കൂടുതൽ തവണ ബിഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബിഡ് ക്രെഡിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അയാളായിരിക്കും ആ ബിഡ് ഇവന്റിലെ വിജയി. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് വെർഷൻ 2.0 നോൺ റെഡീമബിൾ ബിഡ് ക്രെഡിറ്റുകളാണ് നിങ്ങൾ ബിഡിങ്ങിനായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഡിൽ നിങ്ങൾ വിന്നറായാൽ പിന്നീട് സേവ് ബോക്സിലേക്ക് ഒരു പേയ്മെന്റും അടയ്ക്കേണ്ടതില്ല. ബിഡിൽ വിൻ ചെയ്ത പ്രൊഡക്റ്റ് ക്ലൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി 10 ദിവസത്തിനുള്ളിൽ സേവ് ബോക്സിന്റെ തന്നെ സ്റ്റാർട്ടപ്പായ ഡെലിവറി പാർട്ണറായ സേവ് ബോക്സ് എക്സ്പ്രസ് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ നിങ്ങൾ നൽകുന്ന വിലാസത്തിൽ എത്തിക്കുന്നതായി. സേവ് ബോക്സിൽ നിന്ന് നിങ്ങൾക്കും വരുമാനം നേടാം. എങ്ങനെയെന്നല്ലേ, സേവ് ബോക്സിൽ നിലവിലുള്ള ബിഡ് ആൻഡ് ഏൺ എന്ന ബിഡ് ക്രെഡിറ്റ് പാക്ക് വാങ്ങുമ്പോൾ 1000 ബിഡ് ക്രെഡിറ്റ്സ് ആണ് നിങ്ങളുടെ വാലറ്റിൽ ലഭിക്കുക. ഈ 1000 ബിഡ് ക്രെഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബിഡ് പ്രൊഡക്റ്റ് വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിഡ് പ്രൊഡക്റ്റിന്റെ സേവ് ബോക്സ് പ്രൈസ് നിങ്ങൾക്ക് എൻകാഷ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാഷായി റെഡീം ചെയ്യാൻ അവസരമുണ്ട്. അപ്പോൾ 1000 ബിഡ് ക്രെഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000-ന്റെയോ 50,000-ന്റെയോ 1,00,000-ന്റെയോ ചിലപ്പോൾ ഐഫോണോ ആയിരിക്കാം. ഓക്കെ, ഇവൻ ഈ അവസാനം പറഞ്ഞ് പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ പരിപാടിയിലാണ് ആളുകൾ ഫ്ലാറ്റ് ആയി പോയത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ എങ്ങനെയാണ് സേവ് ബോക്സിൽ ബിഡിൽ പങ്കെടുക്കേണ്ടത് എന്നാണ് ഇവൻ പരിചയപ്പെടുത്തി തരുന്നത്. അതിന് ഞാനായിട്ട് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പക്ഷെ അവസാനം പറഞ്ഞത് സേവ് ബോക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞത്, ആ ഒരു സംഭവം വെച്ച് ഇവൻ ചില്ലറൊന്നല്ല ആൾക്കാരെ പറ്റിച്ചത്. അതെങ്ങനെയാണെന്നുള്ളത് പലർക്കും മനസ്സിലായി കാണില്ല എന്ന് വിചാരിക്കുന്നു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് സേവ് ബോക്സ് വഴി നിങ്ങൾക്ക് പണം സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ബാങ്കിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന പോലെ ഒരു 1000 രൂപ നിങ്ങൾ സേവ് ബോക്സിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഇടണം. അങ്ങനെ ഡെപ്പോസിറ്റ് ആയി ഇട്ടുകൊണ്ട് നിങ്ങൾ ലേലത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ലേലം വിജയിച്ചു കഴിഞ്ഞാണെങ്കിൽ, നിങ്ങൾ ലേലം വിളിച്ചെടുത്ത് വിജയിച്ച പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിന് പകരം നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്യാഷ് ലഭിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്നുള്ളതാണ്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ സേവ് ബോക്സിൽ ഒരു 1000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. അതിനുശേഷം ഒരു ഐഫോണിന്റെ ലേലത്തിൽ നിങ്ങൾ പങ്കെടുത്തു. അതിൽ വിൽക്കാൻ വെച്ച ഐഫോണിന്റെ മാർക്കറ്റ് പ്രൈസ് 1,00,000 രൂപയാണെന്ന് സങ്കല്പിച്ചോളൂ. അങ്ങനെ ലേലം തുടങ്ങി. ഒരാൾ ആദ്യം 1 രൂപ വിളിച്ചു, അതിനുശേഷം വേറൊരാൾ വന്ന് 1000 വിളിച്ചു, അതിനുശേഷം നിങ്ങൾ വന്ന് ഒരു 10,000 വിളിച്ചു, അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ വിളിക്കാൻ ആരുമില്ലെന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ 10,000 രൂപക്ക് ഐഫോൺ ലേലം വിളിച്ചെടുത്തു എന്ന് കരുതുക. അങ്ങനെ 10,000 രൂപക്ക് നിങ്ങൾ ഐഫോൺ വിളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 1000 രൂപ ഈ പറഞ്ഞ സേവ് ബോക്സിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ കമ്പനി നിങ്ങൾക്ക് മുന്നിൽ 2 ഓഫർ വെക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലേലം വിളിച്ചെടുത്ത ഐഫോൺ സ്വന്തമാക്കാം, അല്ലെങ്കിൽ ആ ഐഫോൺ ഈക്വലന്റ് ആയിട്ടുള്ള 1,00,000 രൂപ സ്വന്തമാക്കാം. നിങ്ങൾ ആദ്യത്തേതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സാധാ പോലെ ലേലം വിളിച്ചൊരു ഐഫോൺ കിട്ടും. രണ്ടാമത്തേതാണെങ്കിലോ നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത് 1,00,000 രൂപയാണ്. നിങ്ങൾക്ക് ഇവിടെ ആകെ മുടക്കുമുതൽ എന്താണ്? ആദ്യം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി കൊടുത്ത 1000 രൂപ പ്ലസ് നിങ്ങൾ ലേലം വിളിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത 10,000 രൂപ, മൊത്തം 11,000 രൂപ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ചെലവായിട്ട് വരുന്നുള്ളൂ. കിട്ടിയതോ 1,00,000 രൂപ. വല്ലാത്തൊരു ഓഫർ ആണത് അല്ലേ? എന്തായാലും പുള്ളിക്കാരന്റെ ഈ ഓഫർ കണ്ട് പലരും ഈ ആപ്പിൽ കയറി 1000 രൂപ അങ്ങ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അവൻ ഒരുപാട് ആളുകളുടെ പണം പറ്റിച്ചെടുത്തു എന്നുള്ളതാണ്. എന്തായാലും ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്കൊന്നും പിന്നീട് അതിന് ബെനിഫിറ്റുകളൊന്നും കിട്ടിയില്ല കേട്ടോ. ആ പൈസയുമായി അവൻ നൈസായിട്ട് മുങ്ങി എന്നുള്ളതാണ്. ഇത് കൂടാതെ സേവ് ബോക്സിന്റെ പല സ്റ്റാർട്ടപ്പിന് വേണ്ടിയും പലരുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പറ്റിച്ചത് വേറെയും. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ സാധാരണക്കാരന്റെ കയ്യിൽ നിന്നും 1000 രൂപ തൊട്ട് ഈ കോടീശ്വരന്മാരുടെ കയ്യിൽ നിന്നും കോടികൾ വരെ ഇവൻ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ലേലം വിളിക്കാനുള്ള സേവ് ബോക്സ് എന്നൊരു ആപ്പും വെച്ചിട്ട്. ഇതാണ് ഇവന്റെ സാമർത്ഥ്യം എന്ന് പറയുന്നത്. എന്തായാലും ഇവന്റെ ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ഒരാൾ മറുനാട്ടിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഫണ്ട് പോയിട്ടുണ്ട്. 5 ലക്ഷം രൂപയോളം എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അവർ പറ്റിച്ചിരിക്കുന്ന മറ്റ് വ്യക്തികളെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഇതിനെതിരെ പലരും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പലരും പബ്ലിക്കായിട്ട് റിയാക്ട് ചെയ്യാൻ മടിക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിന് ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ മറ്റു പലരും ലീഗലായിട്ട് പോകാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതിലൊരു തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്ത ആൾക്കാർ പോലും ഇദ്ദേഹത്തിൻ്റെ ആ ലോൺ എമൗണ്ട് പോലും ഇദ്ദേഹം പറ്റിച്ചു പോയൊരു സംഭവമുണ്ട്. അദ്ദേഹത്തെ ആ ചെറുപ്പക്കാരൻ്റെ ഒരു ഭാവി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ, അദ്ദേഹത്തിൻ്റെ വീട് പോലും ഇപ്പോൾ തിരിച്ചടവ് മുടങ്ങിയിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലും ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പായത്, സ്കാം ആയതുകൊണ്ട് ഇദ്ദേഹം തട്ടിപ്പ് ചെയ്യുന്നതിന് കൂടുതൽ ഇരയായിട്ടുള്ളത് സ്ത്രീകളും അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെ 5-6 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും സമാനമായ രീതി എറണാകുളം, മലപ്പുറം, കാലിക്കറ്റ്, ബാംഗ്ലൂർ, ഗോവ എന്നീ ഏരിയകളിലും ഇവരുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ എന്താണെങ്കിലും ഒരു മീഡിയ അന്വേഷണം, അതോടൊപ്പം തന്നെ ഒരു ലീഗൽ ആക്ഷൻ ഇതിന് രൂപപ്പെട്ടു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്.
ഇനിയും ഇതിനൊരു എരകൾ ഇനി ഉണ്ടാവരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ തയ്യാറായിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിഡിംഗ് ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിന് സാധാരണ നമ്മളൊരു പഞ്ചായത്തിലെ ഒരു ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചാൽ പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിനെ പോലെ ഒരു ബിഡിംഗ് ആപ്പ് ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആ ഒരു ബിഡിംഗ് ആപ്പ് ഒരു ഗാംബ്ലിങ്ങിൻ്റെ ഫ്ലേവേഴ്സ് ഇതിൽ വരുന്നതുകൊണ്ട് ആ ആപ്പിന് ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഇതിൽ മിനിസ്ട്രിയിൽ പോലും ഇദ്ദേഹം നേരിട്ട് പോയി അപേക്ഷിക്കുകയും അതിന് നിരന്തരമായിട്ടുള്ള ഫലം കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ലൈസൻസ് കിട്ടിയെന്ന് പറയുന്നു. പിന്നെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇദ്ദേഹത്തിന് ഏറ്റവും നല്ല ഓൺടർപ്രണർ അവാർഡ് കൊടുത്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ കാരവൺ ടൂറിസം പോലുള്ള നമ്മളുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് കാരവൺ ടൂറിസം നമ്മളുടെ കേരളത്തിൻ്റെ. അതിന് ഏറ്റവും പ്രൊമോട്ടറായിട്ടും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇവരെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നു. പിന്നെ സേവ് ബോക്സ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ആമസോണും അതുപോലെ DHL പോലുള്ള ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി തരാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരിൽ നിന്ന് 10 ലക്ഷം രൂപയായിട്ട് കളക്ട് ചെയ്യുന്നു. പിന്നെ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം 5 ലക്ഷം രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വെറും 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസം 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാവുന്ന ചെറുപ്പക്കാരെ ഇതിലേക്ക് ആകർഷിപ്പിക്കുന്നു. അതായത് MLM പോലുള്ളൊരു സെറ്റപ്പ് അല്ലേ. 25,000 രൂപ നിങ്ങൾ സേവ് ബോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ ആളെ ചേർത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മാസം 5 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. ഇനി ആരും ചേർത്താൻ പറ്റുന്നില്ലെങ്കിൽ കൂടിയും വെറുതെ ഇരുന്നാൽ പോലും ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് MLM മണി ചെയിൻ പോലുള്ള ഒരു സംഭവം തന്നെ. ഇവർ ആ പരിപാടി വരെ ഇതിന് പിന്നിൽ റൺ ചെയ്തു എന്നുള്ളതാണ്. ഇവനൊരു സാമർത്ഥ്യം നോക്കുകയാണ് നിങ്ങൾ. ഇതൊക്കെ കണ്ട് എത്ര ആളുകളായിരിക്കും 25,000 രൂപ മുടക്കിയിട്ടുണ്ടാവുക അല്ലേ. പണ്ട് ഞാൻ ഇതേപോലെ മറ്റൊരു കമ്പനിയിൽ ഈ പറയുന്ന MLM ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ സ്മാർട്ട് വേ എന്നങ്ങാനും പറഞ്ഞിട്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു 2014 കാലഘട്ടങ്ങളാണ് ഞാൻ സ്മാർട്ട് വേ ചെയ്തത്. എൻ്റെ അമ്മോ, ഞാൻ ഓർക്കാനും കൂടി ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമായിരുന്നത്. 12,000 രൂപ മുടക്കി കഴിഞ്ഞാണെങ്കിൽ ഒരു വസ്തുവിനും കൊള്ളാത്ത കുറച്ച് പ്രോഡക്ട്സ് വരെ നമുക്ക് തരും. എന്നിട്ട് നമ്മൾ പറയും നിങ്ങൾക്ക് 2 ലെഗ് ഉണ്ട്, ആ 2 ലെഗുകളൊക്കെ ആൾക്കാർ ചേർത്ത് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്കും നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. ഇതും കേട്ട് നമ്മൾ അങ്ങോട്ട് ഓടാണ് കേരളത്തിന് ഇത്തല തൊട്ട് അത്തല വരെ. എന്നിട്ട് അറിയാവുന്ന എല്ലാവരെയും കയ്യും കാലും പിടിച്ച് ഈ പറയുന്ന സ്മാർട്ട് വേയിൽ ചേർത്ത് അവരാണെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത 12,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി ചേരുകയും ചെയ്തു. പക്ഷെ എന്നാലും മെനക്കേട് ബാക്കിയാണ് കേട്ടോ. നമ്മൾ വീണ്ടും ആൾക്കാരെ ചേർത്താൻ വേണ്ടി ഇങ്ങനെ ഓടാണ്. അങ്ങനെ മറ്റേ എത്ര ആൾക്കാർ നമ്മൾ ചേർത്തിട്ടുണ്ടെന്ന് അറിയോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം കോഴിക്കോട് എമറാൾഡ് മാളിൽ ഇവരുടെ ഒരു ക്ലാസ് ഉണ്ടാകും. ആ ക്ലാസ്സിൽ ഇവരുടെ ടോപ്പ് ആയിട്ടുള്ള 1-2 ലീഡേഴ്സ് ഒക്കെ വരും. അതിൽപ്പെട്ട ഒരാളാണ് ഈ അനീഷ് മേനോൻ എന്നൊക്കെ പറയുന്നത്. പുള്ളിക്കാരന്റെ സ്പീച്ചുകളും മറ്റും പലരും യൂട്യൂബിലൊക്കെ കണ്ടു കാണും. വന്നിട്ട് ഫുൾ ഫയർ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീച്ച് അങ്ങ് കാച്ചു മക്കളെ. ഞാനൊരു പാവപ്പെട്ടവനായിരുന്നു, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, എനിക്കൊരു ഗതിയും പരഗതിയും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സ്മാർട്ട് വേയിൽ വന്നതിന് ശേഷം ഞാനൊരു ബെൻസ് കാർ എടുത്തു, BMW കാർ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടി വിടും. ഇതൊക്കെ കണ്ട് നമ്മൾ വാ പൊളിച്ചിരുന്ന് കൈയടിക്കുകയും ചെയ്യും. അന്ന് ഇതൊക്കെ കേട്ട് എത്ര ധൃതംഗ പുളകിതനായെന്നറിയോ? അതൊക്കെ ഒരു കാലം. ഇവരുടെ തട്ടിവിടൽ കേട്ട് ചാർജ് ചെയ്യും എത്ര ആൾക്കാർ ഈ കോൺസെപ്റ്റിലേക്ക് ചേർത്തിട്ടുണ്ടെന്ന് അറിയോ? അവസാനം ഒരു ദിവസം ഈ കമ്പനി കൂട്ടി അങ്ങ് പോയി. ഇതിനു വേണ്ടി രാപ്പകരില്ലാതെ അധ്വാനിച്ച നമ്മൾ ആരായി? അതന്നെ. ഇവിടെ കമ്പനിയുടെ ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളും പൈസ ഉണ്ടാക്കിയെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അതേപോലെ ഒരു തട്ടിപ്പാണ് ഇവിടെ സാദിഖ് റഹ്മാൻ റൺ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത്രയും ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ പണമാണോ സേവ് ബോക്സിനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ജയസൂര്യക്ക് കൊടുത്തത് എന്നാണ് ഇപ്പൊ ഈട് പരിശോധിച്ച് വരുന്നത്. പക്ഷെ ഇതിൽ ജയസൂര്യന്റെ മറുപടി എന്താണെന്ന് വെച്ചാണെങ്കിൽ 2 കോടി രൂപ ഓഫർ ചെയ്തിട്ടാണ് ഇതിന്റെ പരസ്യത്തിൽ അഭിനയിച്ചത്. ഏതിന്റെ സേവ് ബോക്സിന്റെ പരസ്യത്തിൽ അഭിനയിച്ചത്. ഇപ്പോഴും പുള്ളിക്കാരൻ ആ പണം തന്നിട്ടില്ല എന്നുള്ളതാണ് ജയസൂര്യയുടെ അവകാശവാദം. എന്തായാലും നിലവിൽ ജയസൂര്യ പരിശോധിച്ച് കഴിഞ്ഞാണെങ്കിൽ ഉടനെ തന്നെ മഞ്ജു വാര്യർ പരിശോധിക്കാൻ സാധ്യതയുണ്ട്. അതേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്തത് ആരൊക്കെയാണോ അവരൊക്കെ പരിശോധിക്കും. എനിവേ, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.